സത്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ഈ സംവിധാനം, അതായത് വി കെ പ്രശാന്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം വളരെ വേദനാജനകമാണ്. ആര്യ രാജേന്ദ്രൻ ആയിരുന്നാലും വി കെ പ്രശാന്ത് ആയിരുന്നാലും ശ്രീകുമാർ ആയിരുന്നാലും 10 വർഷക്കാലം കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു തനതായ പ്രോജക്റ്റ് നടപ്പിലാക്കി എന്ന് ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഈ 10,000 ലിറ്റർ വെള്ളം ഇവിടെ നഗരത്തിലേക്ക് വരുന്നു, അതിന് 4,000 ലിറ്റർ വെള്ളം ചോർന്നു പോകുന്നു. ഗുണനിലവാരമല്ലാത്ത പൈപ്പുകൾ. UDF പറയണം, ഇതിന് നിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിച്ചത് ഞങ്ങളാണോ അതോ നിങ്ങളാണോ? ഇപ്പോൾ തന്നെ ആക്കുളം വാർഡിലും ആറ്റുകാൽ വാർഡിലും വിവിധ തരത്തിലുള്ള നമ്മുടെ വാൽവുകൾ അടച്ചു വെച്ചുകൊണ്ട് മനഃപൂർവ്വം കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ആര് ശ്രമിച്ചു? ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉത്തരങ്ങൾ വി കെ പ്രശാന്ത് തരേണ്ടി വരും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പല പൈപ്പുകളും നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൂടാതെ ഇതിൽ പ്രധാനമായും എടുത്ത് പറയേണ്ടത് അരുവിക്കരയിൽ നിന്നും വരുന്ന 10,000 ലിറ്റർ വെള്ളം നഗരത്തിൽ എത്തുമ്പോൾ അത് പൂർണ്ണമായും എത്തുന്നില്ല. 10,000-ൽ നിന്നും 4,000-ലധികം ലിറ്റർ വെള്ളം പാഴായി പോകുന്നു. ഇതെങ്ങനെയാണ് പാഴായി പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് നിലവിലിപ്പോൾ നഗരസഭാ പരിധിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആരുടെ പിടിപ്പുകേടാണ്? ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ കരമന അജിത്. നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 3 മാസം കഴിയുന്നതേ ഉള്ളൂ. ഈ 3 മാസമായിട്ടുള്ള ഈ ഭരണസമിതിയുടെ മേൽ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വി കെ പ്രശാന്തിനെ പോലുള്ള മുൻ മേയറായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ, ഇപ്പോൾ ശിവൻകുട്ടി പറഞ്ഞാൽ അറിയാം, ശിവൻകുട്ടി എന്ത് പറയുന്നു എന്നുള്ളതും ആരാണ് എഴുതി കൊടുക്കുന്നതെന്നും എന്ത് പറയുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അയാളെ ഉള്ളിൽ തട്ടിയല്ല പറയുന്നത്. പക്ഷേ ഇത് സത്യങ്ങൾ കംപ്ലീറ്റ് വളച്ചൊളിച്ചുകൊണ്ട്, സത്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് പ്രതിരോധിക്കുന്ന ഈ സംവിധാനം, അതായത് വി കെ പ്രശാന്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം വളരെ വേദനാജനകമാണ്. അദ്ദേഹവും ഇവിടെ ഏകദേശം 3.5 വർഷക്കാലം മേയറായിരുന്ന ആളാണ്. ആ മേയറായിരുന്ന ആൾ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നലെ പറഞ്ഞ ഒരു 55 MLCയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൊണ്ടുവന്നു. ആരുടെ പണം? ഞാൻ ചോദിക്കാൻ ആഗ്രഹം, വി കെ പ്രശാന്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, ഇത് ആരുടെ പണമാണ്? കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത് പ്രോജക്റ്റ് വഴിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. പക്ഷേ ആ പ്രോജക്റ്റ് വഴി നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാം പറയുന്നത്, കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു പദ്ധതി നടപ്പിലാക്കുവാൻ ഈ കഴിഞ്ഞ നഗരസഭയുടെ ഭാഗത്ത് ആര്യ രാജേന്ദ്രൻ ആയിരുന്നാലും വി കെ പ്രശാന്ത് ആയിരുന്നാലും ശ്രീകുമാർ ആയിരുന്നാലും ഇവർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ മറ്റൊരു തനതായ പ്രോജക്റ്റ് നടപ്പിലാക്കി എന്ന് ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ താങ്കൾ ചോദിച്ചല്ലോ, ഈ 10,000 ലിറ്റർ വെള്ളം ഇവിടെ വരുമ്പോൾ അത് കേവലം 6,000 ലിറ്റർ വെള്ളം മാത്രമാണ് ഇവിടെ കിട്ടുന്നത്, 4,000 ലിറ്റർ വെള്ളം ചോർന്നു പോകുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? 3 മാസം പ്രായമുള്ള ഞങ്ങളാണോ ഉത്തരവാദി? ഇതിന് പൂർണ്ണമായ ഉത്തരവാദി ഈ കഴിഞ്ഞ കാലാംശങ്ങളിൽ ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരികളായ UDF-നും LDF-നും ഉണ്ട്, ഒരുപോലെ ഉണ്ട്. ഈ പറയുന്ന ഈ 10,000 ലിറ്റർ വെള്ളം ഇവിടെ നഗരത്തിലേക്ക് വരുന്നു, അതിന് 4,000 ലിറ്റർ വെള്ളം ചോർന്നു പോകുന്നു. ഗുണനിലവാരമല്ലാത്ത പൈപ്പുകൾ. ആ പൈപ്പുകൾ, ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ടെസ്റ്റ് പോലും ചെയ്യാതെ ആ പൈപ്പുകൾ സ്ഥാപിച്ചത് ആരാണ്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉത്തരം ഇവിടുത്തെ LDF-ഉം പറയണം, UDF-ഉം പറയണം. ഇതിന് നിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിച്ചത് ഞങ്ങളാണോ അതോ നിങ്ങളാണോ? ഇതിന് വി കെ പ്രശാന്ത് ഉത്തരം പറയണം. തീർച്ചയായിട്ടും ഈ നിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിച്ച് ഈ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുവാൻ സാധിക്കാത്തതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഈ 2 മുന്നണികൾക്കുമുണ്ട്. സംസ്ഥാനം ഭരിച്ച UDF-നുമുണ്ട്, കഴിഞ്ഞ 45 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരസഭ ഭരിച്ച CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനുമുണ്ട്. അതിന് ഉത്തരം ഇവിടുത്തെ ശിവൻകുട്ടിയും പറയണം, വി കെ പ്രശാന്തും പറയണം. ഞാൻ ഇന്നലെ എൻ്റെ വാർഡിൽ ഏകദേശം 200 മീറ്ററോളം പൈപ്പുകൾ മാറ്റി.
200 മീറ്റർ പൈപ്പുകൾ 200 പൈപ്പുകൾ മാറ്റി. കാരണം അവിടെ ഏകദേശം 100-150 വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നില്ല. കുടിവെള്ളം വരും, നൂല് പോലെ മാത്രമാണ് വരുന്നത്. പക്ഷേ 300ന്റെ ലൈനിൽ നിന്നാണ് നമ്മൾ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ 300ന്റെ ലൈനിൽ നിന്നും ഈ 1.5 ഇഞ്ച് പൈപ്പിലേക്ക് മാറ്റിയപ്പോൾ ആ പൈപ്പ് അവിടെ ലീക്ക് എത്ര ഇടത്തെന്നറിയാമോ? ഏകദേശം 275 മീറ്ററാണ് മാറ്റിയത്. 8 ഇടത്ത് പൊട്ടിയിരിക്കുന്നു. 8 ഇടത്ത് പൊട്ടിയിരിക്കുന്നു. ഒരു ലീക്ക് മാറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ആ ലീക്ക് തീർന്നു എന്ന് മനസ്സിലാക്കും. അടുത്ത് നോക്കുമ്പോൾ വീണ്ടും മോഡലിൽ കൂടി വെള്ളം പോകുന്നു. 8 ഇടത്ത് പൊട്ടിയിരിക്കുന്നു. ആ പൈപ്പ് എടുത്ത് ഇന്നലെ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത് വളരെ തിക്നെസ് ഗുണനിലവാരം ഒട്ടുമില്ലാത്ത പൈപ്പുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ സ്ഥാപിച്ചിരുന്നത്. ആ പൈപ്പുകൾ മുഴുവനും നമുക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ അവിടെ സുഗമമായി വെള്ളം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിക്കുവാൻ ഇവർ അന്ന് ചെയ്തപ്പോൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അഴിമതിയുണ്ട്. നമ്മൾ BJP ഇപ്പോൾ പറയുമ്പോൾ BJPയുടെ കൗൺസിലർമാരും അതുപോലെ തന്നെ കഴിഞ്ഞ കാലാംശങ്ങളിലുള്ള ഭരണസമിതിക്കകത്തുണ്ടായിരുന്ന ഈ പറയുന്ന CPMൻ്റെയും അതുപോലെ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും BJPയുടെ കൗൺസിലർമാർ ചോദിക്കുന്നപ്പോൾ എപ്പോഴെല്ലാം തൊട്ടതിനും പൊട്ടില്ല നിങ്ങൾ അഴിമതി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ വെള്ളം ഇവിടെ വരുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും പൊട്ടിയൊലിക്കുന്നതിന് സ്ഥായിയായ സംവിധാനം ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. എന്തിന് VK പ്രശാന്ത് അത് ഒളിക്കുന്നു? സമ്മതിക്കണം. കഴിഞ്ഞ 45 വർഷക്കാലം നിങ്ങൾ ഭരണം നടത്തിയല്ലോ. എന്തുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ 55 MNCയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? VK പ്രശാന്ത് 2015 അധികാരത്തിൽ വന്നു. 2017 അവസാനമാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2.5 വർഷം കഴിഞ്ഞു. ഇത് 3 മാസം പോലും ഇല്ലാത്ത BJPയെ കുറ്റപ്പെടുത്താൻ അദ്ദേഹത്തിന് നാണമില്ലേ? ഞങ്ങളൊന്ന് ഇരുന്നോട്ടെ, ഞങ്ങളിത് നടക്കാൻ പഠിക്കട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളിത് നടക്കാൻ പഠിക്കട്ടെ. ഇപ്പം കമഴ്ന്ന് കിടക്കുന്ന ഒരു കൊച്ചാണ്. ആ കൊച്ചൊന്ന് എണീറ്റ് ഒന്ന് നടക്കാനുള്ള പ്രായം തരിക. പ്രായമാകുമ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ പൂർണ്ണമായും ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മളെ ഇപ്പം കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല സമയത്ത് കുടിവെള്ളം എത്തിക്കാതിരിക്കുവാൻ വേണ്ടി എന്തെല്ലാം കൃത്രിമം കാണിച്ചു. ഇപ്പോൾ തന്നെ ആക്കുളം വാർഡിലും ആറ്റുകാൽ വാർഡിലും വിവിധ തരത്തിലുള്ള നമ്മുടെ വാൽവുകൾ അടച്ചു വെച്ചുകൊണ്ട് മനഃപൂർവ്വം കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ആര് ശ്രമിച്ചു? ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉത്തരങ്ങൾ VK പ്രശാന്ത് തരേണ്ടി വരും. രാത്രി 11 മണിക്ക് ആക്കുളം വാർഡിലെ കൗൺസിലർ ആ വാൽവ് അടച്ചിരിക്കുന്നത് തുറന്ന് നിമിഷങ്ങൾക്കകം വെള്ളം വന്നു. ഈ വാൽവ് അടച്ചതാരാണ്? യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് VK പ്രശാന്തിൻ്റെ പാർട്ടി ഇത്തരം ജനങ്ങളെ കുടിവെള്ളം മുട്ടിക്കുന്ന സംവിധാനം BJPയെ ഒരു ഭരണസമിതിയെ പൊതുസമൂഹത്തിന് മുന്നിൽ കരുവേരിച്ചേക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുന്നത് ആരാണ്? പൊതുസമൂഹമാണ്, പൊതുജനമാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. CPM വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടെ തന്നെ പമ്പിംഗ് സ്റ്റേഷനുകൾ റിപ്പയർ ആണ് എന്ന് കള്ളം പറഞ്ഞു. ആ പണി ചെയ്യുവാൻ വേണ്ടി ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു. ആ ദിവസങ്ങൾ എടുക്കേണ്ടി വന്ന സമയത്ത് ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ്? ഉദ്യോഗസ്ഥന്മാർ, യൂണിയൻ നേതാക്കന്മാർ, തൊഴിലാളികൾ. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ആരാണ്? VK പ്രശാന്തിൻ്റെ പാർട്ടിയും അവരുടെ യൂണിയനുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ VK പ്രശാന്തിന് സാധിക്കുമോ? ഞാൻ ചോദിക്കുന്നു. ഇവിടെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം VK പ്രശാന്തിനുണ്ട്. ശ്രീകുമാർ സഭയിലുണ്ടല്ലോ. ഇതിനാരാണ് ഉത്തരവാദി എന്ന് ശ്രീകുമാർ പറയണം. ശ്രീകുമാറിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. എന്തുകൊണ്ട് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം അവർക്കും കൂടി ഉള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് കേരള വാട്ടർ അതോറിറ്റി. ആ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ്? ആ ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ നേതാക്കന്മാർ ആരൊക്കെയാണ്? വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള യൂണിയൻ നേതാക്കന്മാരെയും യൂണിയൻ തൊഴിലാളികളെയും ഈ പറയുന്ന അവരുടെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വാൽവുകൾ അടയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തതിനു ശേഷം പൊതുസമൂഹത്തിലെ ജനങ്ങളെ കുടിവെള്ളം മുട്ടിച്ചതിൻ്റെ ഉത്തരവാദിത്തം അത് CPMനുണ്ട്. വ്യക്തമായ തെളിവ് ഞങ്ങളതിലുണ്ട്. ഞങ്ങൾ കയ്യോടെ പിടിച്ചതാണ്. ആ കുളത്തെ മിനിയും അതുപോലെ തന്നെ ആറ്റുകാലിലുള്ള ശ്രുതിയും നമ്മുടെ കൗൺസിലർമാർ കയ്യോടെ പിടിച്ചാണ് വാൽവുകൾ പല സ്ഥലങ്ങളിൽ അടച്ചു വച്ചിരിക്കുന്നത്. ഇതിന് ഉത്തരം VK പ്രശാന്ത് പറഞ്ഞേ പറ്റൂ.
പ്രഷർ കൂടുന്ന സമയത്ത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിക്കുന്ന പൈപ്പുകൾ പൊട്ടുന്നത് സ്വാഭാവികമാണ്. പ്രഷർ നമ്മൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുന്ന സമയത്ത് പ്രഷർ കൂട്ടുന്ന സമയത്ത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പൈപ്പ് പൊട്ടുന്നത് സാധാരണയാണ്. അതാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ സ്ഥാപിച്ചവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഞങ്ങൾ 3 മാസത്തിന് മുമ്പ് ഇട്ടതല്ല, 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇട്ടതല്ല. 3 മാസത്തിന് മുമ്പ് കഴിഞ്ഞ 45 വർഷക്കാലം ഇവിടെ പറഞ്ഞല്ലോ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. കുടിവെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കുമുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഭരണസമിതിയാണ് തിരുവനന്തപുരത്തുള്ളത്. ഇന്നിപ്പോൾ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളിലൊക്കെ 100 കണക്കിന് ടാങ്കർ ലാറികൾ വാടകയ്ക്കെടുത്താണ് ഞങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതേ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുമ്പോഴാണ് കൃത്യമായി ആ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നത്. ഇത് പുറംതിരിഞ്ഞ് നിന്നുള്ള എന്തിനും ഏതിനും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള 3 മാസം പോലും പ്രായമില്ലാത്ത നമ്മുടെ ഭരണസമിതിയെ ഇത്തരത്തിൽ തേജോവധം ചെയ്യുവാൻ വി കെ പ്രശാന്തിന് നാണമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തായാലും 10,000 ലിറ്റർ ജലം അരുവിക്കരയിൽ നിന്നും നഗരത്തിലേക്ക് എത്തുമ്പോൾ അതിൽ 4,000 ലിറ്റർ വെള്ളമാണ്, അതായത് കുടിവെള്ളമാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഇതുവരെയും പരിഹാരം കാണുവാൻ മുൻപുള്ള ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.